ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമ്മളിത് സംസാരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ രാജ്യത്ത് ദേശീയ പണിമുടക്ക് നടക്കുന്ന ദിവസം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ പ്രധാനമായിട്ടും രണ്ട് പാർട്ടികളാണ് ഏറ്റുമുട്ടുന്നത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി. ആ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു പേടിയും വരും. സർവേകളെല്ലാം കാണിക്കുന്നത് BNP അധികാരത്തിൽ വരുമെന്നാണ്. ജമാഅത്തെ ഇസ്ലാമി പക്ഷേ ആ വർഗീയ റാഡിക്കലിസം, ഫണ്ടമെൻ്റലിസം അതിൻ്റെ ബലത്തിൽ കയറിയെങ്ങാനും വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഔട്ട്കം? ശരിക്കും 2024 ഓഗസ്റ്റ് മാസത്തോടു കൂടിയാണ് ഈ ഷേഖ് ഹസീനെ പുറത്താക്കിക്കൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഭരണം ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിലേക്ക് വന്നത്. അതിനുശേഷം ഇപ്പോൾ ഇലക്ഷൻ നടത്തുമെന്നൊക്കെ പറഞ്ഞാൽ പലതവണ പറയുന്നുണ്ടെങ്കിലും ആ ഇലക്ഷൻ വളരെയധികം നീണ്ടുപോയി. എന്നാൽ അവിടുത്തെ സൈന്യാധിപൻ ഒരു ശക്തമായ നിലപാടെടുത്തോടുകൂടിയാണ് ഈ ഫെബ്രുവരിയിൽ ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചത്. ഫെബ്രുവരി 12-നാണ് ഇലക്ഷനെങ്കിലും അത് സംബന്ധിച്ചുള്ള തീവ്രമായ റിപ്പോർട്ടുകൾ, വാർത്തകളൊന്നും തന്നെ മാധ്യമങ്ങൾ അധികം വരുന്നില്ല. കാരണം BNP ഇപ്പോൾ താരിഖ് റഹ്മാനാണ് BNPക്ക് നേതൃത്വം നൽകുന്നത്. താരിഖ് റഹ്മാൻ നേതൃത്വം നൽകുന്ന BNP ഒരുപാട് ജനോപകാര പദ്ധതികളൊക്കെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ഇതിലിപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് ആയുഷ്മാൻ ഭാരത്, ലഡ്കി ബഹിൻ യോജന തുടങ്ങിയ ഇന്ത്യയിലെ പദ്ധതികൾക്ക് സമാനമായ കുറേ പദ്ധതികൾ, സ്ത്രീകളെ ആകർഷിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഏതാണ്ട് 2000 രൂപ വരെ ഓരോ മാസവും സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നത് പോലെ പദ്ധതികൾ. അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളിൽ കൂടുതലും യുവതികളായിട്ടുള്ള ആളുകളാണ്, യുവതികളാണ് പങ്കെടുക്കുന്നത്. അതെ, അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. യുവതികളെ മുന്നിൽ നിർത്തിയുള്ള ഒരു പ്രകടനമൊക്കെ നടത്താനായിട്ട് ഈ BNP തീരുമാനിക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ തന്ത്രം അതിനെതിരാണ്. കാരണം അവർക്ക് ഈ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഇസ്ലാം ഭരണം ലോകത്തെമ്പാടും വരണമെന്ന് ആഗ്രഹിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി, അവർക്ക് ബംഗ്ലാദേശിൻ്റെ ഭരണം പിടിക്കണം. പക്ഷേ ഇവിടെ ഈ രണ്ട് കൂട്ടരും നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ സുസ്ഥിരമായ ഒരു ഗവൺമെൻറ് അവിടെ വന്നില്ലെങ്കിൽ അത് ഇന്ത്യയിലേക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കും. അവിടെ ഒരു സ്ഥിരതയുള്ള ഗവൺമെൻറ് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അതുപോലെ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി, ഇവർ രണ്ടും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങളൊക്കെ അവർക്ക് വേണ്ടി അവരുപയോഗിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരടക്കം ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതെന്താ ഇവർക്ക് നാണോ ഇല്ലയോ ഇങ്ങനെയൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ. മാത്രമല്ല അവരുടെ ഫോട്ടോസ്, വീഡിയോസായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് പശ്ചിമ ബംഗാളിൽ അവിടുത്തെ സർക്കാർ നടത്തിയ ചില പ്രചരണങ്ങളുടെ ഫോട്ടോകൾ, ഉത്തർപ്രദേശ് സർക്കാർ നടത്തിയ ഫോട്ടോകൾ, ഇതൊക്കെ അതുപോലെ എടുത്ത് അപ്ലോഡ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സമാനമായ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയം നേടുക എന്നുള്ളതാണ്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഈ താരിഖ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു പക്ഷേ അവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചേക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ടർമാർ സ്ത്രീകളാണ്. പക്ഷേ സ്ഥാനാർത്ഥികളുടെ എണ്ണം നോക്കിയാൽ 4% മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ത്രീകളെ മത്സരരംഗത്തേക്ക് ഇറക്കുക, ഇവിടെ പ്രചരണ രംഗത്തൊക്കെ ഉണ്ടെങ്കിലും മത്സരരംഗത്ത് വളരെ കുറവാണ്. ജമാഅത്ത് ഇസ്ലാമി അവരെ തീരെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ആ ജമാഅത്ത് കണക്കിൻ്റെ കാര്യം പറയാം, മൊത്തം 127 ദശലക്ഷം വോട്ടർമാരാണുള്ളത്. അതായത് 12.7 കോടി വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും വോട്ടർമാർ അവിടെ ചെല്ലുമ്പോൾ ആർക്ക് അനുകൂലമായ നിലപാടെടുക്കും? കാരണം ഇതിൽ എത്ര പേര് വോട്ട് ചെയ്യാൻ പോകുന്നുള്ളത് പേടിക്കണം. കാരണം ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം നൽകുന്ന ഒരു കലാപം ബംഗ്ലാദേശിൽ അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ്. അവിടെ വിദ്യാർത്ഥികളെ രംഗത്തിറക്കി ജമാഅത്തിൻ്റെ ആൾക്കാർ മറ്റു പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറിയൊക്കെ വലിയ കലാപം സൃഷ്ടിച്ചു. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, 15ാമത്തെ ഹിന്ദുവിനെയും കൊന്നു. അതെ, 15ാമത്തെ ഒരു ഹിന്ദുവിനെ കൊന്നു. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് അല്ലെങ്കിൽ സംഘടനയായിട്ട് അവർ മാറുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യ പറയുന്നത് അവിടെ അസ്ഥിരതയുള്ള ഒരു ഗവൺമെൻറ് വരുന്നത് നമ്മുടെ രാജ്യത്തിന് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാകും. അതുകൊണ്ട് BNPയുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ സഹകരിച്ച് പോകണമെന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം ഷേഖ് ഹസീനയുടെ പാർട്ടിയായിട്ട് നമുക്ക് നല്ല ബന്ധമായിരുന്നു. പക്ഷേ ഈ ബീഗം ഖാലിദാസിയ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് അത്ര ബന്ധം നല്ലതല്ലായിരുന്നു. താരിഖ് റഹ്മാൻ വന്നതോടുകൂടി അയാളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ശ്രമിക്കുന്നു. പക്ഷേ ഇവിടെയൊക്കെ ഈ സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ രാജ്യാന്തര തലത്തിലുണ്ടാകുന്ന ചില സംഭവങ്ങൾ നമ്മൾ നോക്കണം. ഇപ്പോൾ അമേരിക്ക ഇന്ത്യയുമായിട്ടൊരു വ്യാപാര കരാർ ഏർപ്പെട്ടു. ബംഗ്ലാദേശിൻ്റെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞാൽ അവരുടെ തുണി, പരുത്തി, അതുപോലെ നൂല് തുടങ്ങിയവയൊക്കെ കയറ്റി അയക്കുന്നതാണ്. ഇതിന് അമേരിക്ക കൊടുത്തൊരു പണി കൂടിയുണ്ട്. ശ്രദ്ധിച്ചിരുന്നു. അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ പരാതി ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ പ്രക്ഷോഭം കടുപ്പിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഡാക്ക മസ്ലിൻ പോലുള്ള പല മടക്കുകളായിട്ട് ഉപയോഗിച്ചാലും ശരീരം സുതാര്യമായിരിക്കുന്ന തരത്തിലുള്ള നേർത്ത പട്ടുവസ്ത്രങ്ങൾ ഇന്ത്യക്ക് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനമായിരുന്നു. ബംഗ്ലാദേശ് വേർപെട്ട് പോയി, പാകിസ്ഥാൻ തന്നെ വേർപെട്ട് പോയല്ലോ. ആ സമയത്ത് ഇന്ത്യയുടെ ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള സാധനമാണ്. അതിനെ നശിപ്പിച്ചുകൊണ്ട് മാഞ്ചസ്റ്ററിലെ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന തുണിത്തരങ്ങൾ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. സ്വദേശിയായിട്ടുള്ള വസ്ത്രങ്ങൾ നശിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ടാണല്ലോ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് സ്വദേശി പ്രസ്ഥാനം തന്നെ ഉണ്ടായത്. വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക മാത്രമല്ല കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തൊരു ചരിത്ര സംഭവം. ആ ചരിത്ര സംഭവം ഉണ്ടായ ഡാക്ക മസ്ലിൻ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾക്ക്
ഇപ്പോൾ അമേരിക്ക ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്. ആ ഇളവെന്ന് പറയുന്നത് അവിടെ അമേരിക്കയിലേക്ക് ഇത് കയറ്റി അയച്ചാൽ ചുങ്കമേ ഇല്ല, 0. അതേ വിലയ്ക്ക് തന്നെ അവർക്ക് അവിടെ വിൽക്കാം. പിന്നെ ലോജിസ്റ്റിക്സ് സപ്പോർട്ടിൻ്റെ ഒരു ചിലവ് മാത്രമേ വരുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ വലിയൊരു സൗജന്യം തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് അവർ കൊടുത്തിരിക്കുന്നു. അതൊരു ഫ്രീ ബീസ് പോലൊരു സംഭവമാണ്. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സർവേകളിലെല്ലാം വരുന്ന കാര്യം BNP അവിടെ ജയിക്കുമെന്നുള്ളതാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ഖലിദ സിയ പ്രധാനമന്ത്രിയായിരുന്ന അവരുടെ മകൻ ആയിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ ബംഗ്ലാദേശ് വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നാണ്, ചെറുപ്പക്കാരൻ അദ്ദേഹം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി, ആ തരത്തിലൊരു മാറ്റമാണോ അമേരിക്ക ആഗ്രഹിക്കുന്നത്, അതോ ഇനി ജമാഅത്തെ ഇസ്ലാമി വന്നാലും അവർക്ക് കുഴപ്പമില്ല. അവർക്ക് കിട്ടേണ്ടത് സെൻറ്റ് മേരീസ് ദ്വീപ് എന്ന് പറയുന്ന ദ്വീപ്. അവർ ഈ നമ്മുടെ അവാമി ലീഗിൻ്റെ നേതാവായിട്ടുള്ള ഷെയ്ഖ് ഹസീനയുമായിട്ടുള്ള അവരുടെ വിരോധത്തിന് കാരണവും അവരെ ആ രാജ്യത്തു നിന്ന് പലായനം ചെയ്യാൻ പ്രേരിപ്പിച്ചതും ഈ സെൻറ്റ് മേരീസ് ഐലൻഡ് ജോ ബൈഡൻ ഇരുന്ന കാലഘട്ടത്തിൽ തന്നെ അവർ ആവശ്യപ്പെട്ടിരുന്നു. മറ്റൊന്നുമല്ല, ചൈനയ്ക്കിട്ട് പാര പണിയാൻ തന്നെ, ഇന്ത്യക്കത് ഭീഷണിയൊന്നുമല്ല. അത് കൊടുക്കില്ല എന്ന് ശാഠ്യത്തിൽ ഉറച്ചു നിന്നു ഷെയ്ഖ് ഹസീന. അങ്ങനെയാണ് പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് പോകുന്നത്. അവരുടെ പാർട്ടിയെ അവിടെ ഡിസോൾവ് ചെയ്തത്, ഇല്ലാതാക്കിയത്, നശിപ്പിച്ച് കളഞ്ഞത് അമേരിക്കയുടെ ഉപദേശപ്രകാരം ഇപ്പോഴത്തെ കെയർ ടേക്കർ പ്രധാനമന്ത്രി ആണ് മുഹമ്മദ് യൂനുസാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവരുടെ പാർട്ടി ഇല്ലാത്ത ഒരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പല്ല. വെനസ്വേലയിൽ ജനാധിപത്യം ഇല്ല എന്നും പറഞ്ഞ് അവിടുത്തെ പ്രസിഡൻറ്റിനെയും ഭാര്യയെയും രായ്ക്ക് രാമാനം വന്ന് തടവിലാക്കിക്കൊണ്ട് അമേരിക്കയിൽ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന പ്രസിഡൻറ്റ് ട്രംപിൻ്റെ ജനാധിപത്യ ബോധം എത്രമാത്രം ഉണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഒരു പാർട്ടി, പ്രധാനപ്പെട്ട ഒരു പാർട്ടി, ഭരിച്ചിരുന്ന ഒരു പാർട്ടിക്ക് പ്രാതിനിധ്യമില്ലാത്ത ഒന്നിനെ നമുക്ക് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറയാൻ കഴിയുമോ എന്നുള്ളൊരു പ്രധാന ചോദ്യം അവശേഷിക്കുന്നില്ലേ? ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈസ്തവ രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യം. അതിനകത്ത് ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് വളരെ പ്രധാനപ്പെട്ടായിരുന്നു. സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അവിടെ ഒരു വ്യോമത്താവളമൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ കുറച്ച് പ്രദേശങ്ങൾ, ഇന്ത്യയുടെ കുറച്ച് ഭാഗം പിടിച്ചെടുത്ത്, ഈ ശ്രീലങ്കയുടെ കുറച്ച് ഭാഗം പിടിച്ചെടുത്ത്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു രാജ്യം ഉണ്ടാക്കിയിരുന്ന ലക്ഷ്യം. ഇതാണ് ഷെയ്ഖ് ഹസീന അന്ന് സമ്മതിക്കായിരുന്നത്. അങ്ങനെ സമ്മതിക്കായിരുന്നുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന ഭരണകൂടത്തെ അട്ടിമറിച്ചത്. പക്ഷേ ഇപ്പോഴും അമേരിക്ക വേണമെങ്കിൽ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ പരോക്ഷമായി പിന്തുണയ്ക്കും. കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രക്ഷോഭത്തിനെല്ലാം തന്നെ ഊർജ്ജം നൽകിയത് അമേരിക്കയായിരുന്നു. ഈ സൈന്യ ആയുധവും പണമൊക്കെ ആര് നൽകിയതാണ്? അപ്പോൾ അമേരിക്കയ്ക്ക് അവിടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കണം. തങ്ങൾക്ക് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് തന്നില്ലെങ്കിൽ ആ ഭരണകൂടത്തെ അട്ടിമറിക്കണം. ഇത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇവിടെ 12-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരു പക്ഷേ പൂർണ്ണമായിട്ടും അമേരിക്കയുടെ ആശയങ്ങൾ, അമേരിക്കയുടെ പദ്ധതികൾ അവിടെ നടപ്പാക്കാൻ കഴിഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പോലും നടത്താം. പക്ഷേ സൈന്യാധിപൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാളം എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് അവരെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി വിജയിക്കാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ അമേരിക്കയുടെ ഒരു ബാഹ്യമായ പിന്തുണ ലഭിക്കും. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ട് അമേരിക്ക ശ്രമിക്കും. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർ പറയുന്ന ഒരു പാവ സർക്കാർ അവിടെ വേണം. ഈ BNP അവിടെ അധികാരത്തിൽ വന്നാൽ നാളെ ഇന്ത്യയുമായിട്ടൊരു നല്ല ബന്ധത്തിൽ വരാം. കാരണം ബംഗ്ലാദേശിന് മനസ്സിലായി ഇന്ത്യ അവരുടെ പോർട്ടുകളൊന്നും തന്നെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ് അവരുടെ കയറ്റുമതി നടക്കാത്തതും. അവർക്ക് സ്വന്തമായിട്ട് വലിയ കപ്പാസിറ്റി ഒന്നുമല്ലോ. ഇന്ത്യൻ കപ്പൽ കയറ്റി അയച്ച് നമ്മൾ ചില വിട്ടുവീഴ്ച മനോഭാവമായ നയതന്ത്ര നിലപാടുകൾ സ്വീകരിച്ചാണ് ബംഗ്ലാദേശിനെ നിലനിർത്തിപ്പോകുന്നത്. എന്തിനാ രാജ്യം പോലും സൃഷ്ടിച്ചത് നമ്മളാണെന്ന് അവർ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അത് ഇപ്പോൾ BNPക്ക് മനസ്സിലായി. കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിലേക്ക് ഭരണം പോയാലോ അതല്ലെങ്കിൽ അമേരിക്കയുടെ പാവ സർക്കാരിൻ്റെ കയ്യിലേക്ക് പോയാലോ രാജ്യം അപകടകരമായ ഒരു അവസ്ഥയെ നേരിടും. ജനങ്ങൾ പട്ടിണിയിലാവും, പിന്നെയും കലാപം ഉണ്ടാവും. അതുകൊണ്ട് സുസ്ഥിരമായൊരു ഭരണം വരണം, BNP അധികാരത്തിലേക്ക് വരണം, ഇന്ത്യയുമായി യോജിച്ചു പോകണം. അത് തിരിച്ചറിഞ്ഞാൽ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കും? കാരണം ഇന്ത്യക്കെതിരായിട്ട് എല്ലാ സഹായം ചെയ്യാൻ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും ഒക്കെ പണവും ആയുധങ്ങളും ഒക്കെ കൊടുക്കുന്ന രാജ്യം കൂടിയാണ് അമേരിക്ക. അതുകൊണ്ട് 12-ാം തീയതി ഒരു എന്താ പറയുന്നത് പഴുതുകളില്ലാത്ത അല്ലെങ്കിൽ കുറ്റമറ്റ രീതിയിൽ ഒരു ഇലക്ഷൻ നടത്താൻ കഴിയുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസവും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക എന്ന് പറയുന്നത് സാധാരണ രീതി നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വലിയ സെൻസിറ്റീവായ ഒരു തിരഞ്ഞെടുപ്പാണ്. കാരണം എന്തും സംഭവിക്കാവുന്ന ഒരു നിലയില്ല. 50% പോളിംഗ് ബൂത്തുകളും വളരെ ക്രിട്ടിക്കലാണെന്നാണ് പറയുന്നത്. അതായത് എന്തും സംഭവിക്കാം, അക്രമാസക്തമാകാം എന്നുള്ളൊരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള കക്ഷികളെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ മടിക്കാത്ത, നരഹത്യയ്ക്കും വംശഹത്യയ്ക്കും ഒന്നും മടിക്കാത്ത ഒരു
പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനം പങ്കെടുക്കുന്നുണ്ട്. 50% സുരക്ഷിതമല്ലാത്ത മണ്ഡലങ്ങളാണ്. ഒരു വലിയ വെല്ലുവിളിയാണ്. അതുപോലെ അവർ 90% പോളിംഗ് ബൂത്തുകളും ഇതിനോടകം തന്നെ CCTVയാൽ ഘടിപ്പിച്ചിട്ടുണ്ട്. CCTVയിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഘടിപ്പിച്ചിട്ടുള്ളതെന്ന് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള അബുൾ ഫൈസൽ മുഹമ്മദ് സനഉള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ബ്രീഫിംഗ് പത്രക്കാരോട് നടത്തിയതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രമേൽ സുരക്ഷിതത്വം ആവശ്യപ്പെടുന്നതാണ്. പോൾ ഒബ്സർവേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് ആളുകളെ വിളിച്ചിരുന്നു. ഇന്ത്യക്കാർ പോകുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ശരി, നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്തായാലും ബംഗ്ലാദേശിൽ തന്നെ ഉണ്ട്. BNP വരികയാണെങ്കിൽ നമുക്കത് വലിയ കുഴപ്പമൊന്നും ചെയ്യില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ജീവിതം സുരക്ഷിതത്വം കലർന്നതാക്കും താൻ എന്നുള്ളൊരു വാഗ്ദാനം അദ്ദേഹം രാജ്യത്തേക്ക് വന്നപ്പോൾ, വിദേശത്തു നിന്ന് രാജ്യത്തേക്ക് വന്ന സമയത്ത് തന്നെ നൽകിയിട്ടുള്ളതുമാണ്. അപ്പോൾ അത്തരത്തിലൊരു ഗവൺമെൻറ് വരട്ടെ. വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും, ബംഗ്ലാദേശിനും അതുപോലെ ഇന്ത്യക്കും അത് വളരെയധികം നല്ലതായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പക്ഷേ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും, അതെന്തിലായിരിക്കും കലാശിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി നടക്കുന്നുണ്ട്. ഒരു പക്ഷേ BNP ജയിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റോൾ ഹില്ലിൽ ട്രംപ് കാണിച്ചതുപോലുള്ള ചില സാഹസങ്ങൾക്ക് അവർ മുതിരില്ല എന്നും നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.